സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അതായത് പടച്ചോന്റെ സൃഷ്ടികളിലെ മനുഷ്യരല്ലാത്ത ഒന്ന് ജിന്നുകളും മലക്കുകളാണ്. മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഈമാന്റെ കാര്യത്തിൽ രണ്ടാമത്തല്ല. മലക്കുകളിൽ ഗൈബായ കാര്യത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ മലക്കുകളുടെ കാര്യത്തിൽ വിശ്വസിക്കണം. മലക്കുകള് നമ്മൾ കാണുന്നില്ല, ജിന്നുകളെ നമ്മൾ കാണുന്നില്ല. പക്ഷെ രണ്ട് വിഭാഗം ഉണ്ട് എന്ന് ഖുർആനിലും ഹദീസുകളിലും കാണാം. രണ്ടിനെ നമ്മൾ കാണുന്നില്ല. ജിന്നിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്. സൂറത്തുൽ ജിന്ന് എന്ന് പറഞ്ഞ സൂറത്ത് തന്നെ ഉണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ജിന്നും മലക്കും വിശ്വസിക്കപ്പെടേണ്ട അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട നിർബന്ധ കാര്യമാണ്. ഇപ്പൊ മലക്കുകളുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാല് ലോകം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം പടച്ചോൻ ആദ്യം നരകം, സ്വർഗം, അതുപോലെ തന്നെ ഈ ഭൂലോകം ഉണ്ടാക്കിയല്ലോ. സൃഷ്ടികൾ വേറെ സൃഷ്ടികളൊന്നുമില്ല. ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട മലക്ക് അല്ലെങ്കിൽ സൃഷ്ടി. മറ്റേ നരകം, സ്വർഗം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പേരെടുത്തും പറഞ്ഞിട്ടുണ്ട്, പേരെടുക്കാതെയും പറഞ്ഞിട്ടുണ്ട്. പേരെടുത്തിട്ട് സൂറത്തുൽ ബഖറയിൽ 97, 98 കാണും. സൂറത്തുൽ ബഖറയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഡയറക്റ്റ് അള്ളാഹുവായിട്ട് നേരിട്ട് സംസാരിക്കാൻ ആക്സസ് ഉള്ള ഒരേ ഒരാള് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും നിർദ്ദേശങ്ങളും മലക്കുകൾക്കും പ്രവാചകന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആള് മരണപ്പെടുന്നതോ ഏറ്റവും അവസാനം. അതായത് ആദം നബിക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ല പറയാൻ പോകുന്നു. അതിന്റെ വിശദീകരണം ഇവരെ ചോദിച്ചതിന്റെ ആൻസർ അത്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആദ്യം സൃഷ്ടിച്ചു, മരണപ്പെടുന്നത് അവസാനം എന്ന് പറഞ്ഞതിന്റെ ആൻസർ ഇതാണ്. അതായത് അസീം സായി ചോദിച്ചത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് ഏറ്റവും അവസാനം മരണപ്പെടുന്ന അസ്രായീലാണ്. അതിന്റെ വിശദീകരണം പറയുന്നത് അവസാന സൃഷ്ടി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ അവസാന സൃഷ്ടി ലാസ്റ്റ് ഇസ്രാഫിൽ കാഹളത്തിൽ ഊതലോടുകൂടി ലോകം അവസാനിച്ച് പിന്നെ ബാക്കിയുള്ളത് 3 ആളാണ്, 4 ആള് മാത്രമേ ഉള്ളൂ. 1 അള്ളാഹ്, 2 ജിബ്രീൽ അലൈഹിസ്സലാം, 3 മീകായിൽ അലൈഹിസ്സലാം, 4 അസ്രായീൽ അലൈഹിസ്സലാം. അങ്ങനെ 4 ആളെ ബാക്കിയുള്ളൂ. അപ്പൊ അവസാനം അള്ളാഹു അസ്രായീലിനോട് ചോദിക്കുക, അസ്രായീലിന് ഖുർആനിൽ എവിടെയും കാണൂല. മലക്കുൽ മൗത്ത് എന്ന സാധാരണ പറയാം. അസ്രായീലിന് 3 മലക്കളെ പേരാണ് സാധാരണ പറയാറ്. 4ാമത്തെ അസ്രായീലിന്റെ പേര് സാധാരണ മലക്കുൽ മൗത്ത് മാത്രം ഉപയോഗിക്കും. അദ്ദേഹത്തിന് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നതാണ്. മലക്കുൽ മൗത്തിനോട് അവസാനം അള്ളാഹു ചോദിക്കും, അസ്രായീൽ, അള്ളാഹുക്ക് അറിയാണെങ്കിലും ഒന്നും കൂടി അസ്രായീലിനോട് ചോദിക്കപ്പെട, അസ്രായീൽ എന്നെ ആരല്ല ബാക്കിയുള്ളത് എന്നാലാ പറയാ, അള്ളാഹുവെ അങ്ങയുണ്ട്, ഞാനും ഉണ്ട്, ജിബ്രീലുണ്ട്, മീകായിലുണ്ട്, നമ്മൾ 4 ആളെ ബാക്കിയുള്ളൂ. എന്നാ പിന്നെ മീകായിലെ റൂഹ് പിടിച്ചോ എന്ന് പറയും. ഞാൻ മീകായിലെ പിടിക്കും. എന്നിട്ട് വീണ്ടും അള്ളാഹ് ചോദിക്കും, അസ്രായീൽ എന്നാരാ ബാക്കിയുള്ളത്? അള്ളാഹുവും ഞാനും ജിബ്രീലും ബാക്കിയുള്ളൂ. എന്നാ പിന്നെ ജിബ്രീലിനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കും. അവസാനം അസ്രായീലിനോട് എന്നാരാ വാക്കില്ല, ഞാൻ മാത്രമേ വാക്കുള്ളൂ. എന്നാ പിന്നെ അങ്ങയും മരണപ്പെട്ടോളൂ എന്നിട്ട് അള്ളാഹു അസ്രായീലിന്റെ റൂഹ് പിടിക്കും. ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ലോകം. ഇപ്പൊ മലക്കുകളില് ഈ പറഞ്ഞ പോരിശയാക്കപ്പെട്ട 4 ആളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏറ്റവും ഉന്നതൻ സയ്യിദുൽ മലായിക്ക എന്ന് പറയും, നമ്മൾ സാധാരണ പറയുന്ന ഷദീദുൽ ഖുവ എന്ന് പറയുന്ന 4 ടീമാണ് ഇത്. 4 ആളാണ് ഷദീദുൽ ഖുവയിലെ മലക്കുകളെ ഹെഡ്. അതിലേറ്റവും ഉന്നതനാണ് ഈ പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ എന്ന് പറയുന്ന ശരിക്ക് പേര് ജിബർ എന്ന് പറഞ്ഞാൽ ശരിക്ക് അറബിക്ക് പേരല്ല, അറബിയല്ല ശരിക്ക് ജിബിർ. അതുപോലെ തന്നെ ഖുർആനിൽ കുറെ വാചകങ്ങൾ അല്ലെങ്കിൽ ലെറ്റേഴ്സ് വരുന്നത് അറബിയിൽ നിന്നല്ല, ഹിബ്രു ഭാഷയിൽ നിന്നിട്ട് കുറെ സാധനം. അതിൽ കുറെ നമ്മള് ഈ ഫിർദൌസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അറബിയല്ല. അതുപോലെ തന്നെ ജിബ്രീൽ അറബിയല്ല. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഉന്നതൻ അല്ലെങ്കിൽ അടിമ, രണ്ടർത്ഥത്തിൽ പറയുക. ജിബ്രീലിന് ശരിക്കും പറഞ്ഞാൽ അടിമാന്നും ഉന്നതനും അജയ്യനെന്നൊക്കെ മീനുള്ളതാണ്. ഈ 4 മലക്കുകളുടെ പേരിന്റെ അവസാനത്തിൽ ഈൽ കാണും. ജിബ്രീൽ, ഇസ്രാഫീൽ, അസ്രായീൽ, പിന്നെ മീകായിൽ.
4 അവസാനത്ത് ഈൽ ഈൽ ഇന്നുണ്ട്. അതിന്റെ അർത്ഥം അള്ളാഹു എന്നാണ്. ഈ അള്ളാഹുവിന്റെ അടിമ ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമ. നമ്മൾ അബ്ദുള്ള എന്ന് പറയുന്ന പേരാണ് ശരിക്കും പറഞ്ഞാൽ ജിബ്രീലിന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ അറബിക്കിന്റെ ഒരു അർത്ഥം വരുന്നത് ജിബ്രീലിന്റെ പേര് വരുമ്പോൾ അടിമ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നേരിട്ട് നമ്മുടെ പ്രവാചകൻ ലോകത്താകെ ഒരാളെ കണ്ടിട്ടുള്ളൂ, ജിബ്രീലിനെ നേരിട്ട്. നമ്മുടെ പ്രവാചകനാണ് 2 തവണ നേരിട്ട് ജിബ്രീലിനെ കണ്ട ആകെയുള്ള വ്യക്തി. അള്ളാഹു കഴിഞ്ഞാൽ ആകെ നേരിട്ട് കണ്ട മനുഷ്യരിൽപ്പെട്ട ഒരാൾ ആകെ ഉള്ളത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അത് 2 തവണയാണ്. ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇസ്രാ മിറാജിന്റെ സമയത്ത് വാനലോകത്ത് വെച്ച് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ചിറകിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര പോവുകയാണ് ഉണ്ടായത്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അന്ന് ജിബ്രീലിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. ചിറക് എന്ന് പറഞ്ഞാൽ ഒരു ലോകം മൊത്തം, ഒരു ചിറക് എന്ന് പറയുന്നത് തന്നെ ഒരു ലോകം മൊത്തം. അങ്ങനത്തെ ഒരു വലിയൊരു സാമ്രാജ്യമാണ് ഈ ജിബ്രീൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 600 ചിറകുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അന്ന് ജിബ്രീൽ എന്റെ മുമ്പിൽ ഈ ചിറക് വിടർത്തിയ സമയത്ത് ഓരോ ചിറകുന്നും മുത്തുമണികളും വൈര്യങ്ങളും ഇങ്ങനെ താഴോട്ടേക്ക് ഇതറി വീഴുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഫ്രൂട്ട്സ് എല്ലാം പെഴുത്താൽ വീഴുന്ന പോലെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ചിറക് വിടർത്തിയപ്പോൾ ആ ഓരോ ചിറകിന്റെ ഇടയിൽ നിന്നും മുത്തുമണികളും പവിയങ്ങളും ഇങ്ങനെ ഇടർന്ന് വീണ് ഞാൻ ഒരു അത്ഭുതം പോലെ കണ്ടുപോയി എന്ന് പറയും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈറാ ഗുഹയിൽ വെച്ച് ആദ്യമായിട്ട് ഇഖ്റ പറഞ്ഞല്ലോ. ഇഖ്റ സൂറ ഇറങ്ങിയ ഉടനെ അദ്ദേഹം ആകെ ബേജാറായിട്ട് ഖദീജ ബീവിയുടെ അടുത്ത് പോയി ബേജാറായി. അതെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ചു കാലത്തേക്ക് ജിബ്രീലിനെ കണ്ടിട്ടുണ്ടായില്ല. ഒരു ഗ്യാപ്പായി. ഇഖ്റ കഴിഞ്ഞ ശേഷം ഒരു ഗ്യാപ്പായി. അപ്പൊ പ്രവാചകന്റെ മനസ്സിൽ അന്ന് കണ്ടേ ആൾ ആരാണെന്നുള്ള ഭയങ്കര ചിന്തയായി. അത് ജിബ്രീൽ തന്നെയാണോ എന്നുള്ളത് കൺഫ്യൂഷനായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വറക്കബിന് നൗഫലിന്റെ അടുത്ത് ഈ ഇഖ്റ വന്ന സമയത്ത് വറക്കബിന് നൗഫൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും പ്രമുഖനായ മക്കയിലെ പ്രമുഖനായ സൈന്യാധികനാണ്. അദ്ദേഹത്തിന് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഇങ്ങനെല്ലാം പറഞ്ഞു. അപ്പൊ പറഞ്ഞത് അത് അന്ന് മൂസന്റെ അടുത്ത് വന്ന അതേ ജിബ്രീലായിരിക്കും അങ്ങയുടെ ഭാഗത്ത് വന്ന് നമ്മുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ജിബ്രീൽ വരും, ഒരു പ്രവാചകൻ വരാനുണ്ട് മക്കയിൽ, ആ പ്രവാചകൻ അങ്ങേ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വറക്കബിന് നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ജിബ്രീലാണ് അത് വന്നതെന്നുകൂടി വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയാൻ കാരണം ഈ പറയുന്ന കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഒന്നതാണ് ഈ ജിബ്രീൽ വന്നു പ്രവാചകനായി എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ആദ്യമായിട്ട് പറഞ്ഞതിൽപ്പെട്ട ഏറ്റവും പ്രമുഖൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് സിദ്ദീഖ് എന്ന് വന്നതിൽ ഒരു കാരണം ഇതാണ്. അദ്ദേഹം ജിബ്രീൽ വന്നു വഹീ നൽകിയെന്ന് പറഞ്ഞ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ വിശ്വസിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് ജിബ്രീലാന്ന് അറിഞ്ഞതിന് ശേഷം പ്രവാചകൻ ഈ ജിബ്രീൽ ഒന്നും കൂടി കാണണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായി. പ്രവാചകൻ വീണ്ടും ഹിറാ ഗുഹയിൽ പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനത്ത് നോക്കും ഒരു ലോകം മൊത്തം ജിബ്രീലായിട്ട് നിറഞ്ഞു കിടക്കുന്നു. പ്രവാചകൻ ആകെ ബേജാറായി പേടിച്ച് വീണ്ടും വീട്ടിലേക്ക് ഓടി. ഒന്ന് നമ്മൾ ആദ്യമായിട്ട് ഇഖ്റ എന്ന് പറഞ്ഞ ഉടനെ പ്രവാചകൻ പോയി. രണ്ടാമത്തെ തവണ മേലെ ആകാശത്തിൽ നോക്കും ഒരു ആകാശം മുഴുവൻ ഒരാള് നോക്കുമ്പോൾ അത് ജിബ്രീലാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഇതാണ്. രണ്ടാമത്തെ തവണയാണ് മിഹ്റാജിൽ വെച്ച് കാണുന്നത്. ഇസ്രാ മിഹ്റാജിൽ വെച്ച് കാണുന്നത് രണ്ടാമത്തെ തവണ. ആദ്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ തനതായ രൂപം കണ്ടത് ഈ പറഞ്ഞ ഫസ്റ്റ് തവണ ഇതാണ്. അതൊരു സാമ്രാജ്യം മുഴുവൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഓടി വീട്ടിൽ പോയിട്ട് പുതച്ചുറങ്ങിയാണ്. അങ്ങനെയാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങാനുള്ള കാരണം ഈ ജിബ്രീലിനെ കണ്ട് പേടിച്ചിട്ട് പോയ സമയത്ത് പ്രവാചകൻ വിറച്ചിട്ട് പെരുവന്ന സമയമായിരുന്നു. അന്നാണ് ഈ ആയത്ത് വന്നിറങ്ങിയത്. ഉറങ്ങാനായിട്ടില്ല, അത് ജിബ്രീലാന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു രണ്ടാമതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ് ചെയ്തത്. അതാണ് ജിബ്രീലിന്റെ ശരിയായ 2 രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകന്റെ സമയത്ത് പല രൂപത്തിലും വന്നിട്ടുണ്ട്. അതിൽ ദിഹിയ അലൈഹി ഇസ്ലാം
ദിഹിയ ഇബ്നു ഖലീഫ എന്ന് പറയുന്ന അറബിയിലെ അന്നത്തെ അറബിയിലെ ഏറ്റവും സുന്ദരനായ ഒരു സഹാബിയാണ് ദിഹിയ ഇബ്നു ഖലീഫ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ വേഷത്തിലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് വന്നെന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് മലക്കളെല്ലാം ഏറ്റവും സൗന്ദര്യമുള്ള ആൾക്കാരാണ്. മനുഷ്യന്മാരെക്കാളും കൂടുതൽ സൗന്ദര്യമുള്ള ആൾക്കാരാണ് മലക്കുകൾ. ഈ മലക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാത് കാലത്തുള്ള പ്രവാചകന്മാരുടെ സമയത്ത് പ്രവാചകന്മാരിൽ വരുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തിയുടെ രൂപത്തിലാണ് വരാന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലുള്ള സമയത്ത് ഏറ്റവും സുന്ദരനായ ഒരാളാണ് ദിഹിയ അലൈഹിസ്സലാം. അപ്പൊ അദ്ദേഹത്തിന്റെ വേഷത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഹിയായിട്ട് മനുഷ്യരൂപത്തിൽ വന്നത്. മറ്റേത് പറഞ്ഞ ശരിയായ രൂപത്തിലാണ് നമ്മൾ പറഞ്ഞ 2 തവണ കണ്ടത്. ബാക്കി സമയത്തൊക്കെയും ദിഹിയ അലൈഹി സ്വലാമിന്റെ രൂപത്തിലാണ് പ്രവാചകന്റെ സമയത്ത് വന്നത്. അതിന് ഉദാഹരണം, ഒരു ദിവസം പ്രവാചകന്റെ പത്നിയായ സൽമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം ബെഡ്റൂമിൽ പെട്ടെന്ന് കയറി നോക്കുമ്പോ ഒരാള് ബെഡ്റൂമിന്റെ ഉള്ളിൽ ഒരാൾ. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരാളെ കണ്ടല്ലോ, അവർ റിവേഴ്സ് അടിച്ച്. പക്ഷെ ഡോർ തുറക്കുന്നു കേട്ടില്ല. നമ്മളെ പോലെ സ്റ്റാർ ഹോട്ടലൊന്നും അല്ലല്ലോ, ചെറിയ വീടല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമ റളിയല്ലാഹു അൻഹയുടെ ബെഡ്റൂമിൽ ഇരിക്കെ സൽമ റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങി ഉള്ളിൽ കയറുമ്പോൾ എക്സ്ട്രാ ഒരാൾ. അപ്പോൾ സൽമ ഉടനെ റിവേഴ്സ് അടിച്ചിട്ട് ബാക്ക് അടിച്ച് കുറച്ച് കഴിഞ്ഞ് പോയി നോക്കും പ്രവാചകൻ ഒറ്റക്കായി. അപ്പോൾ പോകുന്ന ഡോർ തുറക്കുന്ന ഒച്ചയും കേട്ടില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ വിളിച്ച്, അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ ഒരാൾ വന്നിനല്ല, ഞാൻ കുറച്ച് നേരത്തെ ഒരാളെ കണ്ടല്ല, അയാൾ പോയല്ല, നീ കണ്ടാ? ഞാൻ കണ്ട്. അത് ദിഹിയല്ലേ എന്ന് സൽമ റളിയല്ലാഹു അൻഹ ചോദിച്ചു. ദിഹിയന്റെ രൂപത്തിലാണ് വന്നെന്ന് പറയാൻ കാരണം ദിഹിയ റളിയല്ലാഹു അൻഹു എന്ന് വിചാരിച്ചിട്ട് ഞാൻ റിവേഴ്സ് അടിച്ചു. നീ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടു. അപ്പൊ ദിഹിയ അലൈഹി സ്വലാം എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞ് പ്രവാചകൻ പുഞ്ചിരിച്ചോട്ട് കഴിഞ്ഞു പുറത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞാൽ മദീന മിമ്പറിൽ വെച്ചിട്ട് പ്രസംഗിച്ച്. എന്താ പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇറങ്ങിയ ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് വിശദീകരിച്ചത്. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ കണ്ടത് ജിബ്രീലാണ്, പക്ഷെ കണ്ടത് ഈ പറയുന്ന ദിഹിയ അലൈഹി സ്വലാമിന്റെ രൂപത്തിലാണ്. അപ്പൊ ദിഹിയ അലൈഹി സ്വലാമിന്റെ രൂപത്തിലായിരുന്നു അന്ന് പ്രവാചകന്റെ കാലത്ത് ജിബ്രീലിന്റെ മനുഷ്യരൂപമായിട്ട് വന്ന സമയത്തൊക്കെയും ഈ പറയുന്ന ദിഹിയ അലൈഹി സ്വലാമിന്റെ രൂപത്തിലാണ് വന്നിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ജിബ്രീല് വേറെ പല വേഷത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞാല് മെഹ്റാജ് പോയല്ലോ, മിഹ്റാജിൽ പോയാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല് ഒരു പച്ചക്കളറുള്ള വേഷത്തിലാണ് വന്നത്. ശരിയായ പച്ചക്കളറുള്ള വേഷത്തിലായിരുന്നു അന്ന് ജിബ്രീല് വന്നത്. നേരെ മറിച്ച് നമുക്കറിയാം, ബദർ യുദ്ധത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഈ പറയുന്ന 313 ആളെയും കൊണ്ട് പ്രവാചകൻ സൈന്യം അവിടെ വന്ന് തമ്പടിച്ച് പിറ്റേന്ന് യുദ്ധമാണ്, വേറെ ഒരു വഴിയില്ല, അവരായിട്ട് യുദ്ധം ചെയ്യൽ നിർബന്ധമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ബേജാറായി. എല്ലാവരും ഉറങ്ങാൻ കിടന്നതിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അവനെ കൈ ഉയർത്തിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ താണിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം ധരിച്ച ശിരോവസ്ത്രങ്ങൾ പോലും നിലത്തേക്ക് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച വസ്ത്രങ്ങൾ പോലും നിലത്തേക്ക് വീണുപോയിട്ടും പ്രവാചകൻ അറിയുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറഞ്ഞു, ഇന്നെല്ലാവരും നല്ലോണം ഉറങ്ങണം, നാളെ രാവിലെ യുദ്ധമാണ്, എല്ലാവരും ഉറങ്ങുന്നുണ്ട്. അള്ളാഹു അവർക്കെല്ലാം നല്ല നിദ്ര കൊടുക്കുന്നതാണ് ചരിത്രം പറയുന്നത്. പക്ഷെ ഒരാൾ മാത്രം അന്ന് ഉറങ്ങിയിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പ്രവാചകൻ അങ്ങ് കൈമുട്ടി പ്രാർത്ഥിച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ പ്രവാചകൻ ഉറങ്ങിയില്ല. പ്രവാചകൻ കൈ പൊന്തിച്ചെടുത്താവുള്ള പ്രവാചകന്റെ ശിരുവസ്ത്രങ്ങൾ തയ്ച്ചു നിലത്ത് ഊരി കിടക്കുന്നു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ബേക്കിൽ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഇനിയാണ് അങ്ങ് പ്രാർത്ഥിക്കാൻ പാടില്ല, കഴിഞ്ഞ് അള്ളാഹു നമ്മോട് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ സമാധാനിപ്പിച്ച് 2 സെക്കൻഡ് കഴിയുമ്പോൾ പ്രവാചകൻ പുഞ്ചിരിക്കാൻ തുടങ്ങി. പുഞ്ചിരിച്ചിട്ട് പറയുന്നത്, ആ ജിബ്രീൽ ഇതാ അവിടെ കിടക്കുന്നു, അങ്ങ് എന്നെ തൊട്ട ഉടനെ ജിബ്രീൽ വന്നിട്ട് എന്റെ മുമ്പിൽ എത്തുന്നുണ്ട്. അന്ന് ജിബ്രീലിന്റെ കാള് പിന്നീട് പറയപ്പെട്ടത്, അന്ന് ജിബ്രീൽ ധരിച്ചത് സ്വർണത്തിന്റെ കളറുള്ള തലപ്പാവ് ധരിച്ചിട്ട് ജിബ്രീലും സൈന്യവും എന്റെ മുമ്പിലെ ഈ പറയുന്ന മലേന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് പ്രവാചകൻ സന്തോഷത്തോടെ യുദ്ധത്തിന് പുറപ്പെടുന്നത്.
അത് അന്ന് ജിബ്രീലിന് മാത്രമല്ല, ജിബ്രീലിനൊന്ന് ആയിരക്കണക്കിന് മലക്കുകൾ യുദ്ധസന്നാഹമായിട്ട് കുതിരകളിൽ വന്നിട്ട് പ്രവാചകനെ കാണുന്നതാണ്, ലൈവായിട്ട് കാണിച്ചെന്നാണ്. എന്നിട്ട് പിന്നെ ബദറിൽ അവരൊന്നിച്ച് യുദ്ധം ചെയ്ത് നമ്മൾ ചരിത്രത്തിൽ തന്നെ അറിയാം. ബദറിൽ മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്ത് കുതിരയിൽ വന്ന് നമ്മളിപ്പം പോയാൽ കാണാം, മലക്കുകൾ ഇറങ്ങിയ പിന്നെ മല എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും. നമ്മളെ ബദരീങ്ങൾ കിടക്കുന്ന ആ പിന്നെ ഗ്രൗണ്ടിന്റെ നേരെ മുമ്പിൽ ഒരു മലയുണ്ട്. ആ മലയിലാണ് പ്രവാചകൻ പിന്നെ ഈ പറയുന്ന ജിബ്രീൽ അലൈഹി ഇസ്ലാമും ടീമും ഇറങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാം. ആ മല ഇപ്പോൾ അവിടെ ഉണ്ട്. ഇപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ഈ പറയുന്ന പോലെ പ്രവാചകനെ ജിബ്രീൽ നേരിട്ട് വന്ന് സഹായിച്ചതാണ്. അതുപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സയ്യിദ് ബിനു പിന്നെ പ്രവാചകന്റെ വൃത്യനുണ്ട് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറയും, എന്റെ മടിയിൽ പ്രവാചകൻ ഉറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രവാചകന് ഭയങ്കര ശക്തിയായി, കാലെല്ലാം വേദന എടുക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ശക്തിയുള്ള അത്ര വെയിറ്റ് ഉണ്ടെന്നാണ്. കാരണം ഖുറത്തിന്റെ നമ്മളെ ഖുർആൻ തന്നെ പറഞ്ഞല്ല, മലന്റെ മേലെയാണ് ഈ ഖുർആൻ ഇറങ്ങിയ, മല എറിഞ്ഞുപോയി എന്ന് നമ്മൾ പറഞ്ഞല്ലേ, മല എന്താണ് ഉരുങ്ങിപ്പോകുന്ന് പറഞ്ഞില്ല. അതന്നെ അതേ അർത്ഥത്തില് ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഒട്ടകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ മേലെയുള്ള സമയത്ത് വന്നേരം ഒട്ടകം മുട്ടുകുത്തിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല ചരിത്രത്തില്. അതേപോലെ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ പ്രവാചകൻ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് ഈ പിന്നെ ഭയങ്കര വെയിറ്റ് ആയിട്ട് കാല് പൊട്ടുന്ന നേരത്തിൽ വേദനമായി നോക്കുമ്പോൾ പ്രവാചകൻ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഈ ജിബ്രീൽ വന്നിട്ട് വഹി നൽകുന്ന സമയം. അങ്ങനെ പിന്നെ ചരിത്രത്തില് ജിബ്രീൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലത്ത്, അതുപോലെ തന്നെയാണ് തായിഫില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോട് സഹാബികൾ പലതവണയും ചോദിച്ചു, അങ്ങേക്ക് ജീവിതത്തിൽ ഏറ്റവും വേദനയുള്ള സംഭവം ഏതാണ്? പല സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും ജീവിതത്തിൽ വേദനയേറിയ എന്റെ തായിഫ് എന്ന് എന്നെ ജനങ്ങൾ പായിച്ചതാണ്, ജനങ്ങൾ എന്നെ എറിഞ്ഞു പായിച്ചതാണ്. എനിക്കിപ്പം ഭയങ്കരമായിട്ട് വേദന മനസ്സിൽ. അന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമ് പിന്നെ പ്രവാചകനോട് തായിഫിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ ഈ സമുദായത്തെ ഞാൻ നശിപ്പിക്കാൻ അള്ളാഹു പറയുന്നുണ്ട്, നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാം അള്ളാഹു പിന്നെ പ്രവാചകനോട് ചോദിക്കുകയാണ്, ജിബ്രീലിനോട് ഈ സമുദായത്തെ ഞാൻ നശിപ്പിക്കട്ടെ. എന്നിട്ട് പോലും പ്രവാചകൻ എന്ന് പറഞ്ഞത്, ഈ സമുദായത്തിന് ആരെങ്കിലും നല്ലത് വരികയാണെങ്കിലോ അതുകൊണ്ട് അവരെ നശിപ്പിക്കണ്ട എന്ന് അന്ന് പറഞ്ഞെന്ന് പ്രവാചകൻ പിന്നീട് പറഞ്ഞു. അതായത് പിന്നെ അന്നേ ജിബ്രീൽ നമ്മളിപ്പം ഞാനിങ്ങനെ പലതവണ ഞാൻ ആലോചിച്ചതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കുറെ യുദ്ധത്തിന് നേതൃത്വം നൽകി. പക്ഷെ ഒരു യുദ്ധത്തിലും പ്രവാചകനെ പരിക്കുകളോ ചെറിയ ചെറിയ പരിക്കുകളല്ലാതെ പ്രവാചകൻ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്രയും യുദ്ധത്തിൽ നേതൃത്വം നൽകിയിട്ടും പ്രവാചകന് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതില് നമുക്ക് മനസ്സിലാകുന്നത്, ജിബ്രീൽ അലൈഹി സ്വലാം എപ്പോഴും പ്രവാചകൻ ഒന്നിച്ച് നെഗലായിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം പിന്നെ പറയാൻ പറ്റുന്നത്, ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജിൽ പോയി. ഇസ്രാ മിറാജിൽ പോയിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ പ്രവാചകന്റെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്നലെ രാത്രി ഇങ്ങനെ അടയിലെല്ലാം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം ചിരിക്കാൻ തുടങ്ങി. പ്രവാചകനെ വട്ടായി, സ്വപ്നത്തെ എന്തെല്ലോ പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ജനങ്ങളാകെ ശത്രുക്കൾ പലതും പറയാൻ തുടങ്ങിയില്ല. അന്നേരാന്ന് വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത് പോയിട്ട് ജനങ്ങൾ പറയുന്നു, പ്രവാചകൻ പറയുന്നു ഇങ്ങനെ ഇന്നലെ രാത്രി മിഹ്റാജിൽ പോയി ഇസ്രാജിൽ പോയി എന്ന് പറഞ്ഞിട്ട് പലതും പറയാൻ തുടങ്ങിയുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ്, പ്രവാചകൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് നടന്നിരിക്കും, നടന്നതേ പ്രവാചകൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിന് രണ്ടാമത് സിദ്ദീഖ് എന്ന പേര് പറയാൻ കാരണം, പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് ഓക്കെ എന്ന് പറയുന്നത്, അതായത് അത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ ഉടനെ പിന്നെ ശത്രുക്കള് പ്രവാചകൻ ചോദിച്ച്, അങ്ങനെയാണെങ്കിൽ നീ കാര്യം ചെയ്യും, നീ പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നല്ല പറയുന്നത്, അതിലെത്ര ഡോറുണ്ടെന്ന് പറയാൻ പറ്റുമോ? പ്രവാചകൻ ആകെ ബേജാറായി. പോയി എന്നല്ല പറയുന്നത്, പിന്നെ ആൻസർ പറയാണ്. അപ്പൊ ആകെ ബേജാറായ സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ഡോറ് കാണിച്ചു കൊടുത്തു. പിന്നെ ഈ പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പറയാൻ തുടങ്ങി ഇവരെല്ലാം ആകെ ബേജാറായി. പറയുന്നല്ല ശരി, ബൈത്തുൽ മുഖദ്ദസ് ആയിരക്കണക്കിന് കിലോമീറ്റർ ആരും പോയിട്ടില്ല, നാട്ടുകാരും പോയിട്ടില്ല, ആർക്കും നേർക്കറിയാം. പക്ഷെ ജൂതന്മാർക്കറിയാം. ജൂതന്മാരാ ചോദിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ, ജൂതന്മാരും ക്രിസ്ത്യാനികളെ ചോദിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ കഥ. നമ്മുടെ പ്രവാചകന് അവിടെ പോയിട്ടില്ല, അതിന്റെ കഥ അറിയില്ല. അപ്പൊ സ്വപ്നത്തിലല്ലേ കാണുന്നു, ആൻസർ പറയാൻ കഴിയില്ല. പ്രവാചകനോട് ഉടനെ ചോദ്യം, ബൈത്തുൽ മുഖദ്ദസിന്റെ ഡോർ എത്ര, നമ്മൾ സാധാരണ മറ്റോരെ ചോദിക്കുന്ന പോലെ പോലീസുകാർ ചോദിക്കുന്ന പോലെ ചോദിക്കാൻ തുടങ്ങി. പ്രവാചകൻ ബേജാറായ ഉടനെ പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇറങ്ങിയിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഡിസ്പ്ലേ കാണിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്.
ആൻസർ ക്വിക്കായിട്ട് ആൻസർ പറഞ്ഞുകൊണ്ട് അവരാകെ ലഭ്യരായി. പ്രവാചകൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നാണ് അന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ പറയല് പ്രവാചകൻ ജിബ്രീലിനെ കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. പക്ഷെ ശരിയായ ചരിത്രം എന്താന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ നമ്മൾ അവിടെ അറേബ്യൻ സിസ്റ്റത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞാല് മുലയൂറ്റാൻ വേണ്ടിയിട്ട് പുറത്തേൽപ്പിക്കല്, കുട്ടികളെ വളർത്താൻ വേണ്ടി പുറത്തേൽപ്പിക്കുന്ന സമ്പ്രദായമായിരുന്നു അന്ന്. അങ്ങനെയാണ് ഹലീമ റളിയല്ലാഹു അൻഹ സ്വന്തം കുട്ടിയെ പുറത്ത് വളർത്താൻ ഏൽപ്പിച്ചത്. കുട്ടികൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒന്നിച്ച് കളിച്ച, അനസ് മാലിക് എന്ന് പറയുന്നത് സഹാബിയാണ്, ഉന്നതനായ സഹാബിയാണ്. അനസ് ബിൻ മാലിക്കും പ്രവാചകനും 6 വയസ്സുള്ള കാലത്തെ കഥ പറയുന്നത്. കളിച്ചുകൊണ്ടിരിക്കെ പ്രവാചകനെ ഒരാൾ വന്നിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പ്രവാചകന്റെ ശരീരം അങ്ങനെ തുളന്നു. നമ്മളെ ഈ ഹാർട്ട് അങ്ങനെ, ഇത് ശരിയായ ഹദീസാണ്, നമ്മളെ കഥയല്ല. ബുഖാരി മുസ്ലിമെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. അതായത് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സുള്ള സമയത്ത് പ്രവാചകൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മറ്റും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സുള്ള സമയത്ത് പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരാൾ വന്നിട്ട് പ്രവാചകനെ അറുത്തിട്ട് പ്രവാചകന്റെ ഹൃദയം പുറത്തേക്കെടുത്തിട്ട് ആ വന്ന ആളെ കയ്യിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സംസം വെള്ളമുണ്ട്. അങ്ങനെ ആട്ടില് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ വാക്കി വെച്ചിട്ട് ബാക്കി, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്കി എന്താ പറയാ തെറ്റുകൾ ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഹൃദയം കഴുകി ശുദ്ധിയാക്കി വീണ്ടും ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ആള് മടങ്ങി. ഇത് അനസ് ബിൻ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞതാണ്. 6 അങ്ങനെയാണ്. ഇന്ന മുഹമ്മദും കത് കുത്തിൽത്ത എന്ന് ഹദീസിൽ കാണാം. ഇന്ന മുഹമ്മദും കത് കുത്തിൽത്ത എന്ന് പറയുന്നത് ആരാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അതായത് അന്ന് അവര് പറയാണ് മുഹമ്മദ് മരിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പോയി ഓടി, കുട്ടികളെല്ലാം ഓടിയിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞ് മുഹമ്മദിനെ ആരോ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാകെ ബേജാറായ ഉടനെ ഹലീമ റളിയല്ലാഹു അൻഹ തന്റെ കുഞ്ഞിനെ തിരിച്ചു വാങ്ങിയിട്ട് കൊണ്ടുപോയി ബേജാറായിട്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ശരീരത്തിലെ ആ കല ഇപ്പോഴും പ്രവാചകന്റെ മുമ്പിലുണ്ട്. ശരീരത്തിൽ പ്രവാചകന്റെ ഹൃദയം ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയ കല ഞാൻ പിന്നീട് പലതവണയും കണ്ടിട്ടുണ്ടെന്നാണ്. ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വെച്ച് മെഹ്റാജിൽ വീണ്ടും പോയല്ലോ. മെഹ്റാജിൽ പോയാലും ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകൻ വീണ്ടും ഇതേപോലെ ഓപ്പറേറ്റ് ചെയ്തു. 1 തവണ അല്ല 2 തവണ ഓപ്പറേറ്റ് ചെയ്തു. ഇതേപോലെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സംസം വെള്ളം കൊണ്ടുവന്നിട്ട് വീണ്ടും പ്രവാചകന്റെ ഹൃദയം കഴുകി വൃത്തിയാക്കി എന്നാണ് പറയുന്നത്. അതിനെ വീണ്ടും ഓപ്പറേറ്റ്. നമ്മൾ സാധാരണ അത് പറയാറുണ്ട്, പ്രവാചകന്മാരുടെ ശരീരത്തിൽ ഒരു സീൽ ഉണ്ടാവുന്ന, പ്രവാചകനാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു സീൽ എല്ലാ പ്രവാചകന്മാരുടെ ശരീരത്തിലുണ്ടാവും. അവർ കാണൂല, പൊക്കി നോക്കിയാൽ കാണും എന്നാണ് പറയാറ്. അതായത് പ്രവാചകനാണെന്ന് തെളിയിക്കാൻ അള്ളാഹു ഒരു അടയാളം കൊടുത്തുന്നതാണ്. അതേപോലെ ഇത് പ്രവാചകന്റെ ശരീരത്തിൽ 2 തവണ ഓപ്പറേഷൻ ചെയ്ത അടയാളം പലതവണയും നമ്മൾ കണ്ട് എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ വിശ്വസിക്കൂല. എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാണ്ട് ഒരാളെ ഹൃദയം പുറത്തേക്ക് എടുക്കുക, എങ്ങനെ കഴുകുക? നമ്മളിപ്പോ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ബൈ റോഡ് പോവാണെങ്കിൽ 18-20 മണിക്കൂറിൽ വേണം. ഇപ്പൊ വന്ദേ ഭാരത് വന്നിട്ട് 4 മണിക്കൂറാണ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുന്നില്ല, 4 മണിക്കൂർ 5 മണിക്കൂർ എത്തുന്നില്ലേ? നമ്മൾ പണ്ട് ഒരാള് സംസാരം പിന്നീട് അപ്പം കേൾക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാ? ഇപ്പൊ എന്തെല്ലാം വന്നു, ഒരു സിം കാർഡിൽ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡിൽ എന്തെല്ലാം ലോകത്ത് നടക്കുന്നത്. അങ്ങനെ നമ്മൾ അപ്ഡേഷൻ എത്താത്ത പ്രശ്നമേ ഉള്ളൂ. ഇതെല്ലാം സംഭവിക്കുകയും ചെയ്യും, നമ്മൾ അപ്ഡേഷനിൽ എത്തുന്നില്ല. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് നടന്ന കുറെ സംഭവങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അതേപോലെ ആദം നബി മുതലുള്ള ഇങ്ങോട്ടേക്കുള്ള പ്രവാചകന്മാരും ജിബ്രീൽ അലൈഹിസ്സലാം തമ്മിൽ ബന്ധങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആദം നബി നമുക്കറിയാൻ പറ്റും. ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് അള്ളാഹു സൃഷ്ടിച്ചു. ഈ ലോകത്തല്ല, സ്വർഗത്തിൽ സൃഷ്ടിച്ചു. അങ്ങനെ ആദമിനോട് ഈ വൃക്ഷത്തിൽ തൊടാൻ പാടാന്ന് പറഞ്ഞ ആദമിയും അവയോടും പറഞ്ഞ് പിശാച് അവർ വഴിതെറ്റിച്ചു. ഉടനെ അള്ളാഹു അവരോട് പറഞ്ഞു, ഉടനെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് പുറത്തിറക്കി. അതുമുതൽ അള്ളാഹുവും ആദം നബിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ വിട്ടു. അള്ളാഹുവും ആദം നബിയും ആദ്യം നേരിട്ടാണ് സംസാരം. ആദം നബിനെ സൃഷ്ടിച്ച ഉടനെ സ്വർഗത്തിലാണല്ലോ ഉള്ളത്.
അള്ളയും ആദം നബി നേരിട്ട സംസാരം. അള്ളയും ആദം നബിയും സ്വർഗത്തിൽ നിന്ന് അവയും ആദം നബിയും പുറത്താക്കലോടുകൂടി അവര് ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്നതോടുകൂടി അള്ളയും ആദം നബിയും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിന്ന്. പിന്നീട് വരുന്ന തെച്ചും ജിബ്രീൽ അലൈഹി ഇസ്ലാം വഴിയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് ആദം നബിയെ കുളിപ്പിച്ചത്, കഫൻ ചെയ്തത്, ഇമാമായിട്ട് നിന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. ആദം നബിക്ക് അന്ന് ആദം നബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കുളിപ്പിച്ചത്, കഫൻ ചെയ്തത്, മയ്യിത്ത് നമസ്കാരത്തിന് ഇമാമായി ഇന്ന് മലക്കുകളാണ്. അതിൽ മാമൂമല്ല മലക്കുകൾ, ഇമാം എന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. അപ്പൊ അന്ന് മുതലേ ആദം നബിയെ നമ്മളെ ആദ്യം സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ എന്ന് പറഞ്ഞ പോലെ അന്ന് മുതലേ എല്ലാ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഒന്നിച്ച് വന്ന അതേ ആളാണ് ഞാൻ ജിബ്രീൽ. ആദം നബിയിലത്ത് വന്ന ജിബ്രീലും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമത്ത് വന്ന ജിബ്രീലും ഒന്നാണ്. മനുഷ്യകുലത്തിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞ പോലെ മലക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഈ പറയുന്ന ജിബ്രീൽ അലൈഹി സ്വലാമാണ്. അങ്ങനെ ആദം നബിന്റെ കഥ പ്രവാചകന്റെ ഇത് കഴിയുന്ന ആദം നബി ഉണ്ടായിരിക്കുന്ന സമയത്താണല്ലോ ആദം നബിന്റെ രണ്ട് കുട്ടികൾ തമ്മിൽ അടിയായത്, ആബീലും കാബീലും. ഈ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിക്ക് മറ്റൊരു മകനെ കൊടുക്കുന്നത്, ഷീത്ത് നബിനെ. ഷീത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തല്ലോ. അതായത് ആദം നബിക്കുള്ള ആദ്യത്തെ രണ്ട് മക്കൾ തമ്മിൽ അടിയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വീണ്ടും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ഷീത്ത് അലൈഹി ഇസ്ലാമിന് മകനായിട്ടാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം വരുന്നത്. ദാവൂദ് നബിന്റെ ഫാദറാണ് പ്രവാചകൻ ആദം നബിയുടെ മകൻ. ആദം നബിന്റെ മകന്റെ മകനാണ് ദാവൂദ് അലൈഹി ഇസ്ലാം. ദാവൂദ് അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുകയാണ് ആദം നബി മരിക്കുന്നത്. ദാവൂദ് നബി ഉള്ള സമയത്ത് തന്നെയാണ് ആദം നബി മരിക്കുന്നത്. പക്ഷെ ഇമാമും ഇതെല്ലാം മലക്കുകളാണ്. അങ്ങനെ ഇരിക്കുകയാണ് ദാവൂദ് നബി പ്രവാചകനായ സമയത്ത് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലെ എനിക്ക് എത്ര ആയുസ്സുണ്ടാവും എന്ന് ജിബ്രീലിനോട് ദാവൂദ് നബി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജിബ്രീൽ പറഞ്ഞാൽ എനിക്കറിയില്ല, അത് അസ്രായേലിനോട് ചോദിക്കണം, നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അസ്രായേലിന്റെ അടുത്തേക്ക് നേരെ പോവുകയാണ്, ആകാശത്തേക്ക്. ജിബ്രീൽ അലൈഹി ഇസ്ലാം ദാവൂദ് നബിനെയും കൂട്ടിയിട്ട് ആകാശത്തേക്ക് പോയി. 4-ാം ആകാശത്തെത്തിയിട്ട് സ്റ്റോപ്പായി. 4-ാം ആകാശത്തെത്തിയാലോ ജിബ്രീൽ അലൈഹി ഇസ്ലാം അവിടെ സ്റ്റോപ്പായാലോ അസ്രായേലിനെ കണ്ടാടുന്നു. അസ്രായേലിനോട് ചോദിച്ചാൽ, അസ്രായേൽ ഇത് നമ്മുടെ പ്രവാചകൻ ദാവൂദ് നബിയാണ്, അദ്ദേഹത്തിന് വയസ്സെത്രയേ ഉള്ളതെന്ന്, ഇനി എത്ര കാലം ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം കൂട്ടിയിട്ട് വന്നെന്ന് പറഞ്ഞു. എന്റെ അത്ഭുതം ഞാനിങ്ങനെ ആലോചിക്കുന്നെന്ന് അസ്രായേലിന്റെ മറുപടി, എന്തേ അള്ളാഹ് എന്നോട് പറഞ്ഞ് ദാവൂദിനെ നീ 4-ാം ആകാശത്തിൽ വെച്ചിട്ട് പിടിക്കണം. ദാവൂദിനെ അസ്രായേലിനോട് അള്ളാഹ് ആദ്യം പറയുന്നത്, നീ ദാവൂദിനെ 4-ാം ആകാശത്തിൽ വെച്ച് പിടിക്കണം. ഞാൻ അള്ളാഹിനോട് ചോദിച്ച, ദാവൂദ് എങ്ങനെ 4-ാം ആകാശത്തേക്ക് വരാ? ഞാൻ മിനിറ്റ് കൊണ്ട് ദാവൂദ് ഇവിടെ എത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട് ദാവൂദിനെ അവിടെ വെച്ചിട്ട് പിടിക്കുന്നു. ദാവൂദ് നബിനെ, അതായത് ദാവൂദ് നബിന്റെ ഖുർആനിൽ കാണാം. ദാവൂദിനെ ഉയർത്തി 4-ാം ആകാശത്തേക്ക് ഉയർത്തി ഖുർആനിലുണ്ട്. ഉയർത്തപ്പെട്ട പ്രവാചകന്മാർ 2 ഒന്ന് ദാവൂദ് നബിയും ഒന്ന് ഈസാ നബിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിറാജിൽ പോയല്ല. ഇസ്രാ മിറാജിൽ പോയ സമയത്ത് പ്രവാചകൻ പലരെയും കണ്ട്, ആദം നബിനെ കണ്ട്, മൂസാ നബിനെ കണ്ട്, എല്ലാവരും കണ്ടല്ലോ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അന്ന് പോയ സമയത്ത് ദാവൂദിനെ കണ്ടത് 4-ാം ആകാശത്ത് വെച്ചിട്ടാണ്. 4-ാം ആകാശത്ത് വെച്ചിട്ടാണ് ഇത് എടുത്തത്. ഞാൻ ദാവൂദ് നബിനെ കണ്ടത് 4-ാം ആകാശത്ത് വെച്ചിട്ടാണ്. ഞാൻ ഇബ്രാഹിം നബിനെ കണ്ടോ എന്നെപ്പോലെ തന്നെ ഉണ്ട്. മൂസാ നബിനെ കണ്ടപ്പോ അവരെ ഒരു പ്രവാചകന്റെ കാലത്തുള്ള ഒരു സമുദായത്തിന്റെ ഒരു ഗോത്രത്തിന്റെ പേര് ഓർമ്മയില്ല, ഗോത്രത്തിന്റെ പേരുള്ള ജനങ്ങളെ പോലെ തോന്നി. ഈസാ നബിനെ കണ്ടേരോ ഈ പറഞ്ഞ പോലെ ഒരു സഹാബിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന സഹാബിനെ പോലെ തന്നെ ഉണ്ട് ഈസാൻ. പക്ഷെ ഇബ്രാഹിം നബിനെ കണ്ടപ്പോ എന്റെ അതേ പ്രകൃതി എന്ന് പറയുന്നുണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജിന്റെ കഥ പറഞ്ഞ സമയത്ത്. അപ്പോ ദാവൂദ് നബിനെ നമ്മൾ പറയുന്ന 4-ാം ആകാശത്ത് വെച്ച് പിടിച്ചല്ലോ. അത് പ്രവാചകൻ ഇതറിയുന്നില്ല. അതേപോലെ നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഴാഴ്ച സുഖിലാണ്ട് കടന്നല്ലോ. വ്യാഴാഴ്ച സുഖിലാണ്ട് കടന്ന് തിങ്കളാഴ്ച രാവിലെ, അതായത് അവസാനം മരിക്കുന്നതിന് അന്ന് രാവിലെ ആണ് പ്രവാചകൻ ജനലിലൂടെ വിശ്വാസികൾ നിസ്കരിക്കുന്നത് കാണുന്നത്. അപ്പൊ എല്ലാ സഹാബികളും കൈയോട് വിഷ് ചെയ്ത് പ്രവാചകൻ പുഞ്ചിരിക്കുന്ന എല്ലാവരോടും. അപ്പൊ എല്ലാവരും വിചാരിച്ചെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യം ഓക്കെ ആയി എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രവാചകന്റെ സുബഹിക്ക് ശേഷമാണ് സുഖിലാണ് തിങ്കളാഴ്ച. അപ്പോ ഡോറ് മുട്ടി. അന്നേരം ഐഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉള്ളു അവിടെ.
അപ്പോൾ ഡോറിന് മുട്ടി ഉടനെ ഡോറ് നോക്കുമ്പോൾ ഫാത്തിമ പറഞ്ഞില്ല, ഉപ്പ സുഖിയില്ല, പിന്നെ തുറക്കാൻ പറ്റൂല എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫാത്തിമ തുറക്കുക, അസ്രായില വന്നിന് എന്ന് പറഞ്ഞിട്ട് തുറക്കാൻ പ്രവാചകൻ പറയുന്നു. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്രായിലിനോട് പറയുന്നു, അല്ല ജിബ്രീൽ അലൈഹിസ്സലാം അസ്രായിലിൽ ഒന്നിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ജിബ്രീൽ പ്രവാചകനോട് പറയും, ലാസ്റ്റ് കാണുന്ന ജിബ്രീലും പ്രവാചകൻ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണ്. എല്ലാം കഴിഞ്ഞ പ്രവാചകനോട് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അങ്ങയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നിട്ടാ ഉള്ളത്, എന്താ വേണ്ടത്? അങ്ങയുടെ ജീവിക്കുന്നോ അതല്ല അങ്ങേക്ക് നമ്മളോടൊന്നിച്ച് അങ്ങേക്ക് വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പെർമിഷൻ കൊടുത്തിട്ടാണ് എല്ലാ പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കും പെർമിഷൻ വാങ്ങുന്നതാണ്. ആദ്യമേ ഇന്റിമേഷൻ കൊടുക്കും, നമ്മളെ പോലെ ആദ്യം ഇന്റിമേഷൻ കൊടുക്കും. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ പ്രസൻസിൽ പിന്നെ ഇവരെ റൂഹ് പിടിക്കുന്നത്, അസ്രായിൽ വന്നിട്ട് റൂഹ് പിടിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞത് ദാവൂദ് നബിയാണ്. ഇപ്പൊ നമുക്കറിയാം സുലൈമാൻ സുലൈമാനല്ല, പിന്നെ യൂസഫ് നബിനെ കിണറിലെറിഞ്ഞല്ലോ. യൂസഫ് നബിനെ കിണറിലെറിഞ്ഞ സമയത്ത് അനുജന്മാർ സഹോദരന്മാർ കിണറിലെറിയുമ്പോൾ ജിബ്രീലിന്റെ കയ്യിലാണ് വന്ന് വീടുന്നാണ് ചരിത്രം പറയുന്നത്. പൊട്ടക്കിണറിലേക്കല്ല എറിയുന്നത്, പക്ഷെ ജിബ്രീൽ അദ്ദേഹത്തെ പിടിച്ചു എന്നാണ്. അവിടെയും പിന്നെ ജിബ്രീലുണ്ട്. നമുക്കറിയാം ഈ യൂസഫിന്റെ കഥ പറയുന്ന സമയത്ത് മലക്കുകൾ ഈ യൂസഫിന്റെ സൗന്ദര്യം ലോകത്തിലെ എല്ലാ ഇനി വരുന്നതും ഇനി വരാൻ പോകുന്ന സമുദായത്തിന്റെ സൗന്ദര്യം കണക്കൂട്ടിയാല് ലോകത്തിലുള്ള എല്ലാവരുടെ സൗന്ദര്യത്തിനും നേരെ പകുതി യൂസഫ് ഉണ്ടാവുന്നതാണ്. യൂസഫ് നബിയുടെ സൗന്ദര്യം അതിന്റെ നേരെ പകുതി നമ്മുടെ പ്രവാചകൻ ഉണ്ടാവുന്നതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള യൂസഫിനെ കിണറിലെറിഞ്ഞ സമയത്ത് പിടിച്ചത് ജിബ്രീലാണ്. അന്ന് പിന്നെ യൂസഫിന്റെ കാലഘട്ടത്തില് പിന്നെ ജനങ്ങളെ യൂസഫിനെ കടിക്കാൻ നോക്കിയപ്പോ മറ്റു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി യൂസഫിനെ വരുത്തിച്ചല്ലോ. അപ്പൊ അവര് പറയുന്നുണ്ട്, ഇത് മനുഷ്യനല്ല, ഇത് മലക്കാന്ന്. ഈ അവര് മുസ്ലിങ്ങളല്ലാത്ത ആള് പറയുന്നത് ഇത് മനുഷ്യനല്ല, ഇത് മലക്കാന്ന്. അപ്പൊ മലക്കൾ ഉണ്ട് എന്ന് അവർക്ക് അന്നേ അറിയാം. മലക്കൾ ഉണ്ട് എന്ന് ആ സമുദായം പണ്ടേ വിശ്വസിച്ചിരുന്നു. ഈവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളോട് ഏറ്റവും വലിയ ദേഷ്യം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടാണ്. ഈ ജൂതന്മാർക്ക് ക്രിസ്ത്യാനികൾക്കും പ്രവാചകനേക്കാളും ദേഷ്യം ജിബ്രീലിനോടാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത് ജിബ്രീലിനോടുള്ള ദേഷ്യം എന്നോടുള്ള ദേഷ്യം എന്ന് അള്ളാഹു പറയാൻ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കുറ്റം പറയുന്നത്. അവർ വന്നിട്ട് ജിബ്രീലാണ് അവരെ പ്രവാചകനെ ഉയർത്തിയെന്നും മറ്റെല്ലാം പറയുന്നുണ്ടല്ലോ നമ്മൾ ഖുർആനിൽ. അപ്പൊ ജിബ്രീലിനോട് ഭയങ്കര ദേഷ്യമായി. പക്ഷെ ജിബ്രീലല്ല ഉയർത്തിയത്, ഞാനാന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നുണ്ട്. നിങ്ങൾ ആരാണ് അള്ളാഹുവിനോട് ജിബ്രീലിനോട് ആരാണോ കോപം വെക്കുന്നത് എന്നോടാ നിങ്ങൾ കോപം വെക്കുന്ന പറഞ്ഞിട്ട് ജിബ്രീലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം ജിബ്രീൽ നേരിട്ടല്ലേ ചെയ്തത്, മീകായിലുണ്ട്, അതിൽ മീകായിലുണ്ട്. അപ്പോ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്ത് ജിബ്രീലിനെ കുറ്റം പറയാൻ വേണ്ടി നോക്കുന്ന സമയത്തും അള്ളാഹു ജിബ്രീലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം അതുപോലെ തന്നെ ഇബ്രാഹിം നബി നമ്മളറിയാം, ഈ തീക്കുണ്ടത്തിൽ എറിഞ്ഞ സമയത്തും പ്രവാചകനെ പിടിച്ച് ഉയർത്തുന്നത് അല്ലെങ്കിൽ പ്രവാചകന് ശാന്തി നൽകുന്നത് ജിബ്രീലിന്റെ കയ്യിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഓരോ സമയത്തും മറിയം ബീവിന്റെ നമുക്ക് കഥ അറിയാം. മറിയമ്മിന്റെ വീട്ടിൽ വന്ന ഒരു അന്യ പുരുഷൻ വന്നിട്ട് മറിയത്തിന്റെ ബാത്റൂമിലെ പുറത്തിലിങ്ങനെ കറങ്ങുന്നു. അപ്പൊ ബേജാറായി പോന്ന് പറഞ്ഞിട്ട് പാറ്റി അയച്ച്, അപ്പൊ ഞാൻ ജിബ്രീലാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യായിരുന്നു. അപ്പൊ സുവാർത്ത അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, അള്ളാഹു എന്നെ അയച്ചതാണ്, നിങ്ങൾക്കൊരു കുട്ടി പിന്നെ നിങ്ങൾ പ്രസവിക്കാൻ പോകുന്ന ഒരു കുട്ടി, ഞാനെങ്ങനെ പ്രസവിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനാ വന്നിട്ട് പറയുന്നത്. ബേജാറായി മറിയം ബീവി മനുഷ്യനെ കണ്ടാലും ബേജാറായിട്ട് അങ്ങോട്ട് ചോദിച്ചു, നീ ആരെ, ഈ ബാത്റൂമിന്റെ പുറത്ത് നീ ആരെന്നുള്ള ചോദിച്ചിട്ട് പ്രവാചകനോട് പിന്നെ ജിബ്രീലിനോട് കയർത്ത് സംസാരിച്ചു. അങ്ങനെയാണ് ജിബ്രീൽ പറയുന്നത്, ഞാൻ മനുഷ്യനല്ല, പ്രവാചകനാണ്, അല്ല മലക്കാണ്, അള്ളാഹു അയച്ച ജിബ്രീലാന്ന് പറഞ്ഞിട്ടാണ് സുവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞിട്ട് മറിയം ബീവിന് മുമ്പിൽ വന്നിട്ട് പറയുന്നത്. അതുപോലെ എല്ലാ പ്രവാചകന്മാരുടെ മുമ്പിലും ഈ പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ പ്രവാചകൻ സംസാരിക്കുന്ന സമയത്ത് അലൈഹിസ്സലാം അല്ല പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പറയാ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്ന് ഇബ്രാഹിം നബിക്കും രണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനും വേണ്ടിയിട്ട് പ്രവാചകൻ സംസാരിക്കുമ്പോൾ രണ്ടാളെയും സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിന് ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബിയും പ്രവാചകൻ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാണ്. രണ്ട് ജിബ്രീലിനെ പ്രവാചകൻ എന്നും ബഹുമാനിച്ച ഒരാളാണ്. അങ്ങനെ ആ പ്രവാചകന്റെ കാലഘട്ടത്തില് പിന്നെ കാബ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. കാബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീന മസ്ജിദ് വരുന്നതിന് മുമ്പ് കാബിന്റെ വീട്ടിലാണ് പിന്നെ പ്രവാചകൻ താമസിച്ചത്.
ഇപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൽ വെള്ളുള്ളിന്റെ ടേസ്റ്റ് കൂടി. അപ്പൊ പ്രവാചകൻ പറഞ്ഞ് എനിക്ക് വെള്ളുള്ളി അധികം പറ്റൂല. അപ്പൊ എന്താ പറഞ്ഞ് അത് മലക്കുകൾക്ക് തീരെ സ്മെല്ല് പിടിക്കും, എന്റെ വായിന്ന് സ്മെല്ല് വരുന്നത് മലക്കുകൾക്ക് ഇഷ്ടാവൂല എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബിനോട് പറഞ്ഞിട്ട് കഅബ് മാറ്റി എന്ന് പറഞ്ഞു. ഇതേ കഅബിന്റെ വേറൊരു സംഭവമുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്ത് ഇറങ്ങിയാലോ സഹാബികൾ പറഞ്ഞ് ഈ സൂറത്ത് ഒന്നും കൂടി കേൾപ്പിക്കണമെന്ന്. എന്നിട്ട് സഹാബികൾ ഈ കഅബിനടുത്തേക്ക് പ്രവാചകൻ പറഞ്ഞ് നിങ്ങളെല്ലാം കഅബിനടുത്ത് പോയിട്ട് പറ, കഅബ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പൊ കഅബ് സഹാബികളോട് ചോദിച്ചു, പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. അതെ പ്രവാചകൻ. അങ്ങനെ പ്രവാചകന്റെ അടുത്തിട്ട് പ്രവാചകൻ അങ്ങ് എന്തിനാ അയച്ചത്? അത് ജിബ്രീൽ പറഞ്ഞ അങ്ങയോട് മുമ്പ് കേൾപ്പിക്കണം. ജിബ്രീൽ എന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നെട്ടി എന്നാ പറയുന്നത്. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമു അലൈഹി തമ്മിൽ കണക്ഷൻ. അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ സഹാബികളായിട്ടും ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്നും എപ്പോഴും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, സദസ്സിൽ നമ്മളെല്ലാം കേട്ട സദസ്സില് ഇസ്ലാം എന്തേ, അഹ്സാൻ എന്തേ, കയാം അവസാന ചോദ്യം. ഒരു മനുഷ്യൻ യാത്രാ ക്ഷീണമൊന്നും ഇല്ലാത്ത ഒരാൾ വന്നു, ശുഭവസ്ത്രത്തില വന്നത്, അദ്ദേഹം യാത്ര ചെയ്ത അടയാളമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹദീസ് സാധാരണ കേട്ടില്ലേ. അവസാന ചോദ്യം അവസാന ചോദ്യം എന്താന്ന് പറഞ്ഞാല് എപ്പോഴാണ് ഖിയാമത്ത് ലാൽ, അതാണ് അതിന്റെ ആൻസർ. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഇറങ്ങിപ്പോയി. പ്രവാചകനോട് എല്ലാവരും ചോദിച്ചു ഇതാരാ വന്നത്? എന്നാലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ജിബ്രീലാണ്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതുപോലെ ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഈ ഇസ്ലാമിലെ നമസ്കാരത്തിന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇതുണ്ടല്ലോ നമസ്കാരം, അത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇമാമ് നിന്ന് പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. ഇസ്ലാമിലെ നിസ്കാര ക്രമങ്ങൾ നമ്മളെ പ്രാക്ടിക്കൽ ഉണ്ടല്ലോ, ഇസ്ലാമിലെ നമസ്കാരം പ്രാക്ടിക്കലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമും ഹറമിന്റെ പുറത്ത് വെച്ച് അല്ലെങ്കിൽ കഅബന്റെ അടുത്ത് വെച്ചിട്ട് ഇമാമായി നിന്ന് പഠിപ്പിച്ചു കൊടുത്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹി ഇസ്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആൾ. ജിബ്രീലിനെ സൃഷ്ടിച്ചപാട് അള്ളാഹു ജിബ്രീലിനെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് അയക്കുന്നുണ്ട്. ജിബ്രീലെ അങ്ങ് പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് വാ, നോക്കിയിട്ട് വാന്ന് പറയും. രണ്ടാമത് നരകത്തിലേക്ക് പോയിട്ട് നോക്കിയിട്ട് വാ, എന്നിട്ട് അഭിപ്രായം ചോദിക്കും. അപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്നത് ഇത് രണ്ട് തവണ പോയിട്ട് രണ്ടാമത്തെ തവണ വന്നാലും പറയാണ് ജിബ്രീല് നരകത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമെന്നല്ല എന്ന് പറയുന്നുണ്ട്. നരകത്തിലേക്ക് പോകാൻ വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ എളുപ്പം, അതായത് ആർക്ക് ഏത് സമയം പോകാൻ പറ്റും. സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഭയങ്കര പണിയാണ്. അതാണ് നമ്മളിപ്പോ സംഭവിക്കുന്നത്. നമുക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഭയങ്കര പണി, പക്ഷെ നരകത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നതാണ്. ഈസാ നബിന്റെ കാലത്തും മൂസാ നബിന്റെ കാലത്തും ഇതുപോലെ പ്രവാചകൻ ജിബ്രീൽ അലൈഹി സ്വലാം, നമുക്കറിയാം മൂസാ നബിന്റെ കാലത്ത് സമുദ്രം രണ്ടായി മാറിയല്ലോ. രണ്ടായി മാറി പ്രവാചകനെ സ്റ്റീവിനെ സംരക്ഷിക്കുന്നതും എല്ലാ സംവിധാനവും ഒതുക്കുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. ജിബ്രീൽ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതുപോലത്തെ ഈസാ നബിനെ മേലേക്ക് കൊണ്ടുപോകുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. അതായത് എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും പ്രവാചകന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രവാചകന്റെ ഒന്നിച്ച് എപ്പോഴും ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉണ്ട് എന്നാ പറയുന്നത്. ഈ ഈസാ നബിന്റെ മൂസാ നബിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജിബ്രീലിനോട് ചോദിച്ച് അങ്ങേക്ക് എന്തിനാണ് ഈ മൂസന്റെ ശത്രുവായ ഈജിപ്തിലെ റൂളർ ഇയാളോട് എന്തിനാ ഇത്ര ദേഷ്യം എന്നാണ്. ഫിറോവിനോട് അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യമെന്ന് പ്രവാചകൻ ജിബ്രീലിനോട് ചോദിച്ചെന്നാണ്. അപ്പൊ ജിബ്രീൽ പറയാണ്, ഓന്റെ ആകുള്ളൊരു സംസാരം എനിക്ക് ദേഷ്യിട്ടാത്തത്, അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതെനിക്ക് തീരെ എന്റെ അള്ള അവിടെ വെച്ചുകൊണ്ട് എന്റെ അള്ളാനേക്കാൾ വലിയ ഓനാന്നല്ലേ അവൻ പറയുന്നത്. അതുകൊണ്ട് ഓന അള്ള മുക്കിക്കൊല്ലുന്ന സമയത്ത് എന്റെ വക ഒരു മണ്ണും കൂടി ഇട്ടിട്ട് അവന്റെ വായിലിട്ട് കൊടുക്കുന്നതാണ് ജിബ്രീൽ പറയുന്നത്. അത്രക്ക് ദേഷ്യം എനിക്ക് ഉണ്ടായിരുന്നു. അള്ളാഹ് അവനെ നശിപ്പിക്കുന്ന സമയത്ത് ചളിവാരിയിട്ട് അവന്റെ വായിലേക്ക് ഞാൻ എന്റെ കൈയോട് ഇട്ടുകൊടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറയുന്നുണ്ടായിരുന്നു. ജിബ്രീലിന്റെ യാത്ര എന്ന് പറയുന്നത് നമുക്കെല്ലാം ഇസ്രാ മിഅ്റാജ് ഒരു സ്വപ്നമാണ്, നടന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ചർച്ചയുണ്ട്. പക്ഷെ അത് ഒരു സംഭവമാണ്. നമ്മളെ സംബന്ധിച്ചോളം ജീവിതത്തില് ഇസ്ലാമിലെ ജീവിതത്തില് ഇസ്ലാം എന്ത്, സ്വർഗം എന്ത്, നരകം എന്തെല്ലാം ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. എല്ലാ പ്രവാചകന്മാരെ കാണിച്ചു കൊടുക്കുന്നത്, ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്, ഓരോന്നും പറഞ്ഞു കൊടുത്തില്ല, ഓരോ പ്രവാചകന്മാരെ കാണിച്ചിട്ടാണല്ലേ വരുന്നത്. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റിയ ജീവിതത്തിൽ പലതും പഠിക്കാനും ഉൾക്കൊള്ളാനും
പിന്നെ ജിബിരിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. സമയം കുറെ വൈകിയതുകൊണ്ട് ഞാൻ നിർത്തിയെന്ന് 9 മണിയായിപ്പോയി. അപ്പൊ നമുക്ക് പിന്നെ ജിബിരിൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രവാചകന്മാരുടെ ഇടയിലൂടെ പിന്നെ നമുക്കറിയാം സംസം വെള്ളം ഹാജറ ബീബി പിന്നെ 7 തവണ പരക്കം പാഞ്ഞ് തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തുള്ളി വെള്ളം കരുതിയിട്ട് പോയ ഹാജറ പ്രവാചകൻ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് പ്രവാചകൻ പോയി ഹാജറാനെ മകനെ മാത്രം അവിടെ ആക്കി. ഹാജറ പരക്കം പാഞ്ഞ് 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് വെള്ളം കിട്ടിയില്ല. പിന്നെ ദൂരെ നോക്കുമ്പോൾ ഒരാളെ കാണുന്നു. അങ്ങൊരു തുള്ളി വെള്ളം തെറ്റുമെന്ന് ചോദിച്ചിട്ട് പ്രവാചകനോട് ഹാജറ ബീബി ആരോടാ ചോദിക്കുന്നത്? ജിബിരിലിനോട്. ജിബിരിയിൽ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ദൂരെ നിൽക്കുകയായിരുന്നു. ഒരു തുള്ളി വെള്ളം വരുമോ എന്ന് ചോദിച്ചു. ഉടനെയാണ് ജിബിരിലിന്റെ വാല്, നമ്മൾ പറഞ്ഞ വാല്, ഒരു വാലിന്റെ ഒരു അറ്റം അടിച്ച് ഉടനെയാണ് ഈ പൊട്ടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് നിർത്തുന്നത്. കാരണം വെള്ളം ഭയങ്കര ഒഴുകാൻ തുടങ്ങി. നിർത്തുന്ന പറയുന്ന വാചകാണ് സംസം എന്ന് പറയുന്നത് സ്റ്റോപ്പ് എന്നാണ്. വെള്ളം അധികമായി സ്റ്റോപ്പ് ചെയ്താണ്. ആ സംസം വെള്ളത്തിന്റെ ചരിത്രം നിങ്ങൾ അടിച്ചാൽ ഇപ്പം പറയാൻ പറ്റും. ഒരു സെക്കൻഡിൽ 8000 ലിറ്റർ വെള്ളമാണ് അടിക്കുന്നത്. 691 മില്യൺ വെള്ളം ഒരു ദിവസം അടിക്കും. 691 മില്യൺ വെള്ളം. നമ്മൾ സാധാരണ മോട്ടർ അടിച്ചു കഴിഞ്ഞാല് നമ്മളെ 1.5 HP അല്ലെ 2 HP വെള്ളം അടിച്ചാല് 20 മിനിറ്റ് കൊണ്ടാണ് 1000 ലിറ്റർ വെള്ളം അടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് 8000 ലിറ്റർ വെള്ളം ഒരു സെക്കൻഡിലാണ്. ഒരു ദിവസം 691 മില്യൺ വെള്ളം കിട്ടും ഈ സംസമിൽ. എപ്പം മുതൽ തുടങ്ങിയത്? ഈ പറഞ്ഞ ഹാജറിന്റെ 4500 5000 വർഷം മുമ്പ് തുടങ്ങിയ വെള്ളം ഇത് നിൽക്കാതെ പ്രവഹിക്കുകയാണ്. ഈ വെള്ളത്തിന്റെ സ്രോതസ് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വെള്ളം പോലെ ലോകത്തെവിടെയും ഒരു കിണറിലും വെള്ളമില്ല. ലോകത്തെവിടെയും ഒരു കിണറിലും വെള്ളമില്ല. അതുപോലെ തന്നെയാണ് ബൈത്തുൽ മാമൂം. നമുക്ക് അറിയാം ഈ മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിനെ സൃഷ്ടിക്കാനല്ല, അള്ളാഹുവിനെ സേവനം ചെയ്യാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ടീമാണ്. ഒരു ദിവസം 70,000 മലക്കുകൾ ഈ ബൈത്തുൽ മാമൂറിൽ പുതുതായി വരുന്നതാണ്. ബൈത്തുൽ മാമൂർ എപ്പോഴാണോ സൃഷ്ടിക്കപ്പെട്ടത് അന്ന് മുതൽ 70,000 മലക്കുകൾ ഇത് തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ആ വന്ന ആള് പുറത്തേക്ക് പോകില്ല. പക്ഷെ ഓരോ ദിവസവും ഓരോ 70,000 ആള് വരുന്നതാണ്. അപ്പൊ നമുക്ക് എണ്ണം കൂട്ടിയാൽ നമുക്ക് മലക്കുകൾ എണ്ണം കിട്ടൂല. നമുക്ക് പിന്നെ ലോകത്ത് ഇന്നത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാല് ലോകത്ത് ഒരു ദിവസം ലോകത്ത് ജനിക്കുന്ന കുട്ടികൾ 3,68,000 ഏകദേശം വരാം. ഒരു ദിവസം ലോകത്ത് ജനിക്കുന്ന കുട്ടികൾ. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് മരിക്കുന്ന ആൾക്കാർ ഏകദേശം 1,67,000 ആളാണുള്ളത്. ഏകദേശം റഫ്ലി ഓരോ കൊല്ലത്ത് ചെറിയൊരു വ്യത്യാസം. അതായത് ജനിക്കുന്നതിന്റെ നേരെ 50% ആൾ മരിക്കുന്നുണ്ട്. ലോകത്ത് മൊത്തത്തിൽ ഏകദേശം 50% ആൾ മരിക്കുന്നു. അതേപോലെ ആദം നബി മുതൽ തുടങ്ങിയതാണ് ബൈത്തുൽ മാമൂറിൽ 70,000 മലക്കളാണ് തവാഫ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അന്ന് മുതലുള്ള ആ മലക്കൾ അവിടെ ഉണ്ട്. അതിന് പിന്നെ നമ്മള് ഇപ്പൊ സ്പേസിൽ ആള് പോയി, പിന്നെ നാസയിൽ ആള് പോയല്ലോ. നാസയിൽ ആള് പോയിട്ട് നമുക്ക് 7ാം ആകാശത്തേക്ക് ഇതുവരെ കയറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നാസയിൽ പോയ അവര് ഔട്ടർ സ്പേസിൽ കയറിയിട്ട് ഭയങ്കര സൗണ്ട് കേട്ടിട്ട് മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ചെവിയിൽ കേൾക്കാൻ പറ്റും. നമുക്കറിയാം 20 മുതൽ 20,000 ഹെഡ്സ് വരെ നമ്മുടെ ചെവിയിലേക്ക് കയറാൻ പറ്റുള്ളൂ, കേൾക്കാൻ കഴിയുള്ളൂ. പക്ഷെ മനുഷ്യ ശരീരത്തിലേക്കുള്ള സൗണ്ട് അല്ല അവിടെ ഉള്ളത്. അവര് റിസർച്ച് ചെയ്തിട്ട് അവര് പിന്നെ പല ടെക്നിക്ക് ഉപയോഗിച്ച് അതിന്റെ സൗണ്ട് പിടിച്ചെടുത്തിട്ട് ഇപ്പൊ നാസന്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് കേൾക്കാം. അത് ബൈത്തുൽ മാമൂറുള്ള പിന്നെ മലക്കുകൾ തവാഫ് ചെയ്യുന്ന സൗണ്ടാണോ എന്ന് പോലും സംശയമുണ്ടെന്നാണ് പറയുന്നത്. അത് ഭയങ്കര സൗണ്ടാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിന്നെ എന്താണ് ആ ആയത്തന്നെ പറയുന്നുണ്ട്, അതായത് ഈ പിന്നെ ഈ ആകാശം എന്ന് പറയുന്നത് നിബിഡമാണ്. ആകാശം നിബിഡം എന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്. അതായത് ഈ മലക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഹർഷ് വഹിക്കാൻ. നമ്മൾ നേരത്തെ മലക്കൾ പറഞ്ഞു, മലക്കൾ സൗന്ദര്യവതികളെന്ന് പറഞ്ഞില്ല, സൗന്ദര്യമുള്ള ആൾക്കാർ. അതില് കുറച്ച് ആൾക്കാർ സൗന്ദര്യം ഇല്ലാത്ത, പിന്നെ നമ്മള് ഷിദ്ദാദുൻ നമ്മൾ വന്ന് പറഞ്ഞില്ലേ, മറ്റേ നരകത്തെ കാക്കുന്ന മലക്കുകൾ, അവരെ ഇല്ലേ പിന്നെ എക്സംഷൻ ഉള്ള ആൾക്കാരാണ്. നരകത്തിനെ കാക്കുന്നത് എന്താ പറയാ, പിന്നെ എല്ലാവിധ എന്താ പറയാ, നമ്മൾ ഇവിടുത്തെ കഠിന ഹൃദയക്കാറ് കിരാതന്മാരാണ് നരകത്തിലുള്ളത്. ആ മലക്കുകളെ പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഹർഷ് വഹിക്കുന്ന ഒരു ടീമുണ്ട്. 8 വിഭാഗം മലക്കുകൾ അള്ളാഹുവിന്റെ ഹർഷ് വഹിക്കുന്നതാണ്. നരകത്തിന്റെ ടീം വേറെ, നമ്മൾ നേരത്തെ പറഞ്ഞ 4 മലക്കുകളെ ടീം വേറെയാണ്, അവരാണ് ഹെഡ്. അതിന് പുറമെ നരകത്തിന്റെ ടീം വേറെയാണ്. അതിന് മേലെയാണ് വേറൊരു ടീമുള്ളത്, അള്ളാഹുവിന്റെ ഹർഷ് വഹിക്കുന്ന 8 പിന്നെ ഡിപ്പാർട്ട്മെന്റ് മലക്കൾ ഉണ്ടെന്നാണ്.
അർഷ് അള്ളാഹു നിൽക്കുന്നത് അർഷിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ ഇരിപ്പിടം ഹർഷിലാണ്. ആ ഹർഷ് വഹിക്കുന്നത് 8 വിഭാഗം മലക്കുകളാണ്. ആ മലക്കൾ, ഒരു മലക്കിന്റെ ശരീരപ്രകൃതിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഒരു മലക്കിന്റെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ഈ ചെവി മുതൽ മൂക്ക് വരെ ഉള്ള അടയാളില്ലേ, അത് 700 വർഷം നടന്നാൽ എത്തൂലെന്ന്. ഈ ചെവി മുതൽ മൂക്ക് വരെയുള്ള ഡിസ്റ്റൻസ് മാത്രം ഒരു മലക്കിൻ്റെത്. ഡിസ്റ്റൻസ് ഉള്ള മലക്ക് ഒരാളെ സൈസ പറയുന്നത്. ഒരു മൂക്ക് മുതൽ ഇതുവരെ 700 കൊല്ലം. അത് 700 കൊല്ലം ഏതാണ്? നടന്നിട്ടാണോ, പറവുകൾ ഓടിയിട്ടാണോ, ഫ്ലൈറ്റിൽ പോയിട്ടാണോ എന്നത് വേറെ. എന്നാൽ പോലും നോക്കിയാൽ പറവ ഓടിയാൽ പോലും നിങ്ങൾ ആലോചിച്ചൊക്കെ 700 കൊല്ലം ഒരു പറവ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഓടിയാൽ എത്താവുന്ന ദൂരത്തിനേക്കാളുമാണ് ഒരു മലക്കിന്റെ മൂക്ക് മുതൽ ശരീരം പിന്നെ ചെവി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതായത് അള്ളാഹുവിനെയും വഹിച്ചുള്ള അർഷാണ്. ആ അർഷിന്റെ സൈസാ പറയുന്നത്. അങ്ങനെ ആ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജിബ്രീലിനെ കുറിച്ചോ അല്ലെ മലക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര സംഭവമാണ്. ജിബ്രീലിനെ കുറിച്ച് പിന്നെ ഖുർആനിൽ ഞാൻ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് സൂറത്തുൽ ബഖറയിൽ 97-98 വരെ കാണാം. സൂറത്ത് നജ്മി കാണാം. കുറേ സൂറത്ത് ദാരിയാത്ത് എല്ലാം നമ്മൾ ഈ സൂറത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഈ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറേ സൂറത്തുകൾ തന്നെ നമുക്ക് വിശദമായിട്ട് കാണാൻ പറ്റും. ഈ പറയുന്ന സൂറത്തുകളിലെല്ലാം ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ പേരുകൾ പിന്നെ റൂഹുൽ ഖുദ്സ്, റൂഹുൽ അമീൻ, റൂഹന, അങ്ങനെ കുറെ പേരുകളിൽ പറയാൻ പറ്റും. നമ്മൾ സാധാരണ നസറൽ അമീൻ, എന്താണ് മലക്കുൽ മുക്കറമ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പ്രസംഗത്തിൽ കേൾക്കുന്നില്ലേ. അത് ഏറ്റവും പോരിശാക്കപ്പെട്ട മലക്കുകൾ ഏറ്റവും പോരിശാക്കപ്പെട്ട ഒരാളാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. അപ്പൊ ജിബ്രീൽ എന്ന് പറയുന്നത് അള്ളാഹ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏറ്റവും വലിയ സൃഷ്ടി, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആള്, അള്ളാഹുവിന് ഏറ്റവും ആക്സസ് ഉള്ള ആള്. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മള് പിന്നെ ലൈലത്തുൽ ഖദറിൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? സൂറത്തുൽ ഇതില് നമ്മള് എന്താ പറയാ, ലൈലത്തുൽ ഖദറിന്റെ അല്ല, ലൈലത്തുൽ ഖദറിന്റെ സൂറത്തുണ്ടല്ലോ, ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ. അതിൽ ലാസ്റ്റ് എന്താ പറയുന്നത്? അവസാനം തനസ്സുലുൽ മലായികത്ത് വർ റൂഹ്. ആ റൂഹ് എന്ന് പറയുന്നത് ആരാ? ഈ ജിബ്രീലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഖുർആനിൽ അല്ലാഹു ഈ റൂഹുൽ ഖുദ്സ്, റൂഹന, റൂഹുൽ ഖുദ്സ്, അങ്ങനെ കുറെ പേരുകളിൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് പിന്നെ ലോകത്തെ ഏറ്റവും ശക്തമാനായ സയ്യിദുൽ മലായിക്ക എന്ന് നമ്മൾ പറയുന്ന പ്രവാചകന്മാരെക്കാളും വലിയത് ഏറ്റവും അള്ളാഹായിട്ട് അടുത്ത ആളാണ് ഈ പറയുന്ന ജിബ്രീൽ അലൈഹി സ്വലാം. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ സൃഷ്ടിപ്പ് മുതലുള്ള ചരിത്രമാണ്. അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞത് അവസാനത്തിന്റെ കാലം വരെ, ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ അവസാനം വരെ നമ്മളിപ്പോ പറഞ്ഞ്, സ്റ്റാർട്ടിങ് പറഞ്ഞ്, ഇപ്പൊ എല്ലാ പ്രവാചകന്മാരോട് ഒന്നിച്ച് ജീവിച്ച, എല്ലാ പ്രവാചകന്മാരായിട്ട് ഒന്നിച്ച സഹവസിച്ച ഒരാളാണ് ഈ പറയുന്ന ജിബ്രീൽ. ജിബ്രീലിന് എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും എല്ലാ പ്രവാചകന്മാരുടെ കഥ. ഈ ഇബ്രാഹിം നബിന്റെ ഒരു കഥ ഉണ്ട് ഇതേപോലെ. ഇബ്രാഹിം നബിന്റെ അടുത്ത് ഇതേപോലെ ഒരു ദിവസം ഡോറിന് ആള് മുട്ടി. 3 പരിചയമില്ലാത്ത 3 ആള് വന്നു. ഡോറ് മുട്ടി ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർക്ക് വിരുന്ന് നൽകാൻ വേണ്ടിയിട്ട് ഭാര്യനോട് പറയുകയാണ്. ഒരു പരിചയമില്ലാത്ത 3 ആള് വന്ന് ഉടനെ പ്രവാചകൻ പിന്നെ ഇബ്രാഹിം നബി ഭാര്യയോട് പറയുന്നു വന്ന ആൾക്കാർക്ക് വിരുന്ന് കൊടുക്കാൻ. അപ്പൊ അവര് ഉള്ള ഭക്ഷണം റെഡിയാക്കി വെച്ച്, ഇറച്ചിയും എല്ലാം പൊരിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ട് സൽക്കരിക്കുകയാണ്. ആ ഒരു പരിചയമില്ലാത്ത, നമുക്ക് പിന്നെ ആദിത്യ വിരാധന പഠിപ്പിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിചയമില്ലാത്ത ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ആദരിക്കുന്നു. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്ത ഉടനെ അവർ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ പറഞ്ഞെന്തേ, ഇല്ലേ അങ്ങ് നമ്മൾ മലക്കുകളാണ്, മനുഷ്യന്മാരല്ല എന്നറിഞ്ഞിട്ട് അവർ ആദ്യമായിട്ട് ഒന്നും ചോദിക്കാതെ ആദ്യം തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്തിനാ വന്നെന്ന് ചോദിച്ചാലാന്ന് പ്രവാചകൻ സല്ലല്ലാഹു. അന്നേരാന്ന് പറയുന്നത് ഞാൻ ജിബ്രീലാണ്, ഇത് മീക്കായിലാണ്, ഇത് ഇസ്രായേലാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ വന്നത്? എന്നാലാ പറയുന്നത് അങ്ങേക്ക് നല്ലൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വന്നത്, അങ്ങേക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു. അന്നേരമാണ് ഭാര്യ മുമ്പെന്ന് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാൾക്ക് കുട്ടികൾ 6 വയസ്സ് 100-ആമറ്റായി, എനിക്ക് 90-ആമറ്റായി. അന്ന് വയസ്സ് പറഞ്ഞു, 2 വയസ്സ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമ്മൾ പ്രസവിക്കാന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ പ്രസവിക്കാം? അതാ പറഞ്ഞ അള്ളാഹു തീരുമാനിച്ചാൽ ആവുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിക്ക് സംശയം, എനിക്ക് കുട്ടി ജനിക്കാന്ന് പറയാൻ വേണ്ടിയിട്ട് ജിബ്രീൽ വന്നാൽ മതിയല്ല,
എന്തിനാ നിങ്ങൾ മൂന്നാൾ വന്നെന്ന സംശയം. ഇബ്രാഹിം നബിക്ക് ഇത് പറഞ്ഞിട്ടും സന്തോഷം പോകുന്നില്ല, എന്തോ ദുരുദ്ദേശം ഇല്ലുണ്ടെന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായി. ഇത് പ്രവാചകൻ എന്നോട് ഇത് പറയുകയാണെങ്കിൽ അള്ളാഹ് നേരിട്ട് ജിബ്രീലിനെ അയക്കലേ ചെയ്യുള്ളൂ. ഈ മൂന്നാൾ വന്നത് എന്തിനാണ്? അപ്പൊ ഉടനെ പ്രവാചകൻ വീണ്ടും ചോദിക്കുന്നത്, അതിനെന്തിനാ നിങ്ങൾ മൂന്നാൾ വന്നത്? അത് നമ്മൾ അപ്പുറം വേറെ വഴിക്ക് പോകുന്നിടത്ത് കയറിയതാണ് എന്നാന്ന് പറയാം. അപ്പൊ പ്രവാചകന് മനസ്സിലായി എന്തോ ഒരു ഉദ്ദേശമുണ്ട്. എന്തിനാ വന്നതെന്ന് വെച്ചാൽ പറഞ്ഞു, അപ്പുറം ലൂത്തിന്റെ ടീമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളാണ്. ലൂത്തിന്റെ ടീമിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് നമ്മൾ കയറിയതാണ്. അന്നാണ് നേരെ ലൂത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. ലൂത്തിന്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ ആ സമൂത്, നമ്മളിപ്പോ പറയുന്ന മറജൽ ബഹ്റൈനല്ല, മറ്റേതില്ല, ഇപ്പോഴത്തെ ചാവുകടൽ, ആ ചാവുകടലിൽ നിന്ന പ്രദേശം എന്താ പറയാ, ലോത്ത, എന്താ പറയാ ആ സ്ഥലത്തിന്റെ പേര്, റഷ്യയില, അന്നത്തെ ആ സ്ഥലത്തിന്റെ സമുദായത്തിന്റെ പേര് എന്താ ആ സമുദായത്തിന്റെ പേരുണ്ടല്ലോ, ആ ഗോത്രത്തെ അങ്ങനെ ഈ ജിബീൽ അലൈഹി ഇസ്ലാമിന്റെ വാലിന്റെ ഒരറ്റം കൊണ്ട് നശിപ്പിക്കുന്നതാണ്. വാലിന്റെ ഒരറ്റം മാത്രമേ ഉപയോഗിച്ചു, അതോടുകൂടി അത് തലമേ കീഴായി മറിഞ്ഞു എന്നാണ്, അങ്ങനെ അടിമറിഞ്ഞു. ഇപ്പൊ ഒന്നും അവിടെ കാണാനേ ഇല്ലല്ലോ. ഇപ്പവും അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ, നമ്മൾ നാസ പറഞ്ഞ പോലെ അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ പഠിച്ചത് അതിന്റെ അകത്ത്, ഈ കടലിന്റെ അകത്ത് കിലോമീറ്റർ കണക്കിന് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ്. അന്നത്തെ സമുദായത്തിന് കീമേൽ മറിച്ചല്ലോ, അപ്പൊ അന്നുണ്ടായ അവശിഷ്ടങ്ങൾ കടലിന്റെ അടിയിലുണ്ട്. ഇപ്പൊ അവര് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കടലിന്റെ അകത്ത് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ്. നമ്മള് ടൈറ്റാനിക് കപ്പല് മുങ്ങിയിട്ട് ഇപ്പം പോയിട്ട് പഠിച്ചല്ലോ, ഇപ്പൊ അത് അവിടെ അതിന്റെ അകത്ത് അതിന്റെ അവശിഷ്ടം ഉണ്ടെന്ന്. അതുപോലെ ഈ ലൂത്ത് നബിന്റെ സമുദായത്തിന്റെ ടീമിന്റെ സാധനം അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ സമുദ്രത്തിന്റെ അകത്ത് അല്ലെങ്കിൽ താഴെ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വിശ്വസിക്കുന്ന സംഭവമാണ്. ഇപ്പോ നമ്മൾ പറയുന്നത് ഖുർആനിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം നമ്മൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹി ഇസ്ലാം എല്ലാ പ്രവാചകന്മാർക്കും വന്നിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പായിട്ടുള്ളത്. പിന്നെ വരുന്ന സമയമാണ് നമ്മൾ പറയുന്നത് ലൈലത്തുൽ ഖദർ. പിന്നെ വരുന്നൊരു സമയമാണ് അവസാന ലോക അവസാനത്തിന് ശേഷം വീണ്ടും നമ്മൾ പറയുന്നുണ്ട് അള്ളാഹുവും പരിവാരങ്ങളും വരും. അള്ളാഹും പരിവാരങ്ങളും വരുമല്ല, ആ പരിവാരങ്ങൾ ഒന്നിച്ച് ഈ പറയുന്ന ജിബ്രീലാണ് മുന്നണിയിൽ ഉണ്ടാകുക എന്നാണ്. അപ്പോൾ പ്രവാചകന് ഈ ജിബ്രീലിന് ഡയറക്റ്റ് ആക്സസ് അത് അള്ളാഹുമായിട്ട്, ഒരു മലക്കുകളും അള്ളാഹുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഇല്ല. ഈ പറയുന്ന ജിബ്രീലിന് മാത്രമേ ഡയറക്റ്റ് ആക്സസ് ഉള്ളൂ എന്നാണ്. അപ്പൊ അവരെ ഹെഡാണ്. അപ്പൊ നമുക്ക് ഇസ്ലാമിലെ ചരിത്രത്തിൽ ഏറ്റവും പ്രവാചകന്മാരെ പോലെ തന്നെ അഷ്റഫുൽ ഹൽക്ക് നമ്മൾ പറഞ്ഞ പോലെ സയ്യിദുൽ മലായിക്ക എന്ന് നമ്മൾ പറയുന്നത്, മലക്കുകളുടെ ഹെഡ് എന്ന് പറയുന്നത് ഈ ജിബ്രീൽ അലൈഹി സ്വലാമാണ്. അപ്പൊ നമ്മൾ ചരിത്രത്തിൽ ഈ ജിബ്രീലിന്റെ കഥ പഠിക്കുക കുറേ പറയാനുണ്ട്. ഇപ്പൊ സമയമില്ലാത്ത നിർത്തിയാണ്. കുറേ കാര്യങ്ങൾ ജിബ്രീലിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മളെ ഇസ്ലാമിലെ ദീനിന് കുറേ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പൊ ഇസ്ലാം മിറാജ്, പ്രവാചകന ഓപ്പറേഷൻ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ്. പക്ഷെ ഇസ്ലാമില് നമുക്കിപ്പോഴും ഈ മദീന, മക്ക അല്ലെങ്കിൽ ഇസ്രായേൽ, നമ്മളിപ്പോ പറഞ്ഞ സമൂദിന്റെ കഥയിൽ ഇപ്പം നമ്മൾ പറയുന്നത് ഇമെയിൽ മറിച്ചു, ഇപ്പം പോയാൽ കണ്ടുപിടിക്കാൻ പറ്റും. ചരിത്രത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ ഖുറാനിലൂടെ യാത്ര പോകുന്നില്ലേ, പോകുന്നത് ഏറ്റവും ഖുറാനിൽ പറഞ്ഞ ഈ പറയുന്ന സംഭവങ്ങൾ കാണാനാണല്ലോ പോകുന്നത്. ഇപ്പൊ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിലെ ചരിത്രം എന്ന് പറയുന്നത് കെട്ടുകഥകളല്ല, എല്ലാം ഉള്ളതാണ്. എല്ലാം ഉള്ളതിന് ഏറ്റവും വലിയ തെളിവല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ അവിടെ കിടക്കല്ലേ ഇപ്പോഴും. നമ്മൾ പോയില്ലേ, ഈ പറയുന്ന പ്രവാചകന്റെ ഖബർ അവിടെ ഉണ്ടല്ലോ, നമ്മൾ കാണല്ലേ. അപ്പൊ അതേ സമയത്തോളം എങ്ങനെയായാലും സംഭവം നമുക്കറിയാൻ പറ്റും, ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന ജിബ്രീലിനെ പലതവണയും നമ്മൾ പറഞ്ഞ നേരിട്ടും വ്യക്തിപരമായിട്ടും പലതവണയും അള്ളാഹ് നേരിട്ട് സലാം പറഞ്ഞൊരു വ്യക്തിയാണ്. അള്ളാഹ് മനുഷ്യരോട് നേരിട്ട് സലാം കമ്മ്യൂണിക്കേഷൻ, പ്രവാചകനല്ലാത്ത ഒരാളാണ് കമ്മ്യൂണിക്കേഷൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ റളിയല്ലാഹു അൻഹ നമ്മളെ മുമ്പ് പറഞ്ഞതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകരെ ഒന്ന് ജിബ്രീലിനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പ്രവാചകനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ നീ അവിടെ കാത്തു നിന്നോന്ന് പറയും. അങ്ങനെ കാത്തു നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പ്രവാചകൻ ഒന്നും അനങ്ങുന്നില്ല. അപ്പോ പ്രവാചകനോട് ചോദിച്ച് ജിബ്രീലിനോട് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ വന്നോന്ന് ചോദിക്കുന്നുണ്ട്. വന്ന് ഇത് കാണുന്നില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ കാണുന്നില്ല. അങ്ങനെ പ്രവാചകന് അത് കാണിക്കാൻ ഒരു കഥ പറയാനാ പോകുന്നത്. അതായത് അത് കഴിഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറയാണ്, അങ്ങയുടെ ഭാര്യക്ക് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കേട്ട, ഖദീജ ബീവിക്ക് സലാം പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നെ ഏൽപ്പിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നു പ്രവാചകനോട്. എന്നിട്ട് ഖദീജനോട് പറയും, ഖദീജ കേട്ടിനാ, നിനക്ക് അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു എന്ന് ജിബ്രീൽ പറയുകയാണ്. ജിബ്രീൽ ത്രൂ പറയാൻ. അതുപോലെ തന്നെ ഒരു ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പ്രവാചകനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയിട്ട് ഇവരെന്ത് പറഞ്ഞിട്ട് പ്രവാചകൻ റെസ്പോൺസ് ചെയ്യുന്നില്ല.
അവരാകെ പിന്നെ എന്തോ ഒരു പിടുത്തം കിട്ടാത്ത പോലെ തിരിച്ചു പോകുമ്പോൾ ഉപ്പിയും മോനും പറഞ്ഞു ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചരിത്രത്തിൽ ഖുർആനിൽ തഫ്സീർ ചെയ്ത ആളാണ്. അവർ രണ്ടാളും ഉപ്പിയും മോനും വന്നിട്ട് പറഞ്ഞു അതെന്താ പ്രവാചകൻ നമ്മളെ തീരെ മൈൻഡ് ചെയ്തില്ല പോയിട്ട്. എന്നാൽ ഇബിൻ അബ്ബാസ് പറഞ്ഞു അയ്യെങ്ങനെ മൈൻഡ് ചെയ്യാ, മുമ്പില് പിന്നെ ദഹിയാറിലുള്ള അവന് ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. അത് നീ കണ്ട? ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ പ്രവാചകനോട് പറഞ്ഞു ഇവർ രണ്ടാളും വന്നിട്ട് പ്രവാചകൻ ഇന്നലെ നമ്മളെ രണ്ടാളും വന്നല്ലോ, അങ്ങ് നമ്മളെ തീരെ മൈൻഡ് ചെയ്തില്ലല്ലോ, അമ്മ ജിബിരിയിൽ എന്റെ മുമ്പിൽ വന്നിരിക്കല്ലേ നിങ്ങൾ കണ്ടില്ല? അതല്ല പിന്നെ ഇബിൻ അബ്ബാസ് പറഞ്ഞു ഞാൻ കണ്ടിരുന്നല്ല, നീ കണ്ടോ എന്ന് പ്രവാചകൻ ആശ്ചര്യപൂർവ്വം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നീ മരിക്കുന്നതിന് തന്നെ നിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും എന്ന് പ്രവാചകൻ. മനുഷ്യ ശരീരത്തിൽ കാണാൻ പറ്റാത്തത്ര വെളിച്ചവും ശക്തിയും പ്രകാശമുള്ളതാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. അവരെ നേരിട്ട് കാണിക്കാൻ പറ്റാത്തതാണ് ഈ പറയുന്ന ഖദീജനെ പോലും കാണിക്കാതിരിക്കാൻ കാരണം മനുഷ്യന്റെ ശരീരത്തിലേക്ക് അത് ഇറങ്ങൂല എന്നാണ്. കണ്ണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൗണ്ട് പറഞ്ഞ പോലെ കണ്ണിലേക്ക് കാഴ്ചയിലേക്ക് ഈ ജിബ്രീലിന്റെ ആ സൗന്ദര്യവും പ്രകാശവും കയറൂലെന്ന്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് പറയുന്നത് നീ മരിക്കുന്നതിന് നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യത നീ കണ്ടിനെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ശക്തി. അങ്ങനെ ഈ പറയുന്ന ഇബ്നു അബ്ബാസ് അല്ലാനും മരിക്കുന്നതിന് മുമ്പ് കുറച്ചു കാലം മുമ്പ് കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇസ്ലാമിലെ ഈ ജിബിരിയില് പ്രവാചകന്മാർ എല്ലാം നമ്മളെ ഇസ്ലാമിക ചരിത്രത്തിൽ ഭയങ്കര സംഭവങ്ങളാണ്. അത് ഓരോ പ്രവാചകൻ നമ്മൾ ആദം നബി പറഞ്ഞ് നൂഹ് നബിന്റെ കപ്പല് നമുക്കെല്ലാം അറിയാം, മൂസാ നബിന്റെ കടൽ പൊളിച്ചത് നമുക്കറിയാം, ഇബ്രാഹിം നബിന്റെ തേയില കൊടുത്തതും ഇബ്രാഹിം നബി ആട്ടിനെ നമ്മൾ അള്ളാഹ് ഇറക്കി കൊടുത്ത എല്ലാറ്റിന്റെയും നടുക്ക് നിൽക്കുന്ന ഇതേ ഒരേ ഒരാൾ മാത്രമാണ്. എല്ലാ പ്രവാചകന്മാരുടെ ഇടയിലും ഈ പറയുന്ന ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം അന്നും ഇന്നും എന്നും ഈ ലോകാവസാനിക്കുന്നത് വരെ ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉണ്ടാവും. മലക്കുകളെല്ലാം ഉണ്ടാവും, ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉണ്ടാവും. കൂടുതലായിപ്പോയി എന്നൊക്കെ തോന്നുന്നു. സമയം വളരെ വൈകി. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും വേറൊരു സമയത്ത് ഇനി കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും പിന്നെ ഇസ്ലാമിൽ ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠിക്കാത്ത കുറേ കാര്യങ്ങളായിരിക്കും. ജിബ്രീലിനെ കുറിച്ച് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. പ്രവാചകന്മാരെ കുറിച്ചല്ല നമ്മൾ പഠിക്കും, മലക്കളെ കുറിച്ച് അധികം പഠിക്കാറില്ല, ചർച്ച ചെയ്യാറില്ല. അവിടെ ഒരു പുതിയ സബ്ജക്ട് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ പഠിക്കാനും ശ്രദ്ധിക്കാനും സമയം കാണണം. അള്ളാഹു നമ്മളെല്ലാവരും ഐക്യമാകട്ടെ. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ വെച്ച് ജിബ്രീലിനെ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ആമീൻ. സമയം 9:00 അവലംബം ഖുർആൻ ഹദീസിൽ തന്നെ എല്ലാം